ഒരു കാട്ടിൽ ഷേർഖാൻ എന്ന് പറയുന്ന ഒരു ക്രൂരമായ സിംഹം ഉണ്ടായിരുന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഷേർഖാന്റെ പേര് കേട്ടാലേ വിറയ്ക്കുമായിരുന്നു. എപ്പോഴൊക്കെ ഷേർഖാൻ കാട്ടിലിറങ്ങുമോ അപ്പോ കാട്ടിലെ എല്ലാ മൃഗങ്ങളും പേടിച്ചു വിറച്ച് അവരവരുടെ വീട്ടിലോട്ട് പോകും. ഷേർഖാന് ഏത് മൃഗത്തിനെയാണോ തിന്നാൻ ആഗ്രഹം വരുന്നത്, ഷേർഖാൻ അതിനെ തിന്നുകളയും. ഷേർഖാൻ പിള്ളാര് വയസ്സന്മാരെ ഒന്നും വിടൂലായിരുന്നു. എല്ലാ മൃഗങ്ങളും ഷേർഖാന്റെ ആക്രമണം കാരണം പേടിച്ചു വരച്ചാ ജീവിച്ചത്. എന്നാൽ അപ്പുറത്തോ ഷേർഖാന്റെ മന്ത്രി ചാൾസ് അതൊരു ചീട്ടയായിരുന്നു. ഷേർഖാനേക്കാളും ക്രൂരനായിരുന്നു അവൻ. അവൻ എപ്പോഴും കാട്ടിലെ മൃഗങ്ങൾക്ക് എതിരായിട്ട് ഷേർഖാന്റെ അടുത്ത് വന്നിട്ട് ഷേർഖാനോട് പറയും, കാട്ടിലെ ഏത് മൃഗത്തിനാണ് ആരോഗ്യവും നല്ല സ്വാദും. ഷേർഖാൻ അവന്റെ മന്ത്രി ചാൾസിനെ കണ്ണും പൂട്ടിയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസത്തെ കാര്യമാണ്. കാട്ടിൽ പെട്ടെന്ന് വരൾച്ച വന്നു. കാട്ടിലെ എല്ലാ തോടുകളും വറ്റിപ്പോയി. ഒരു തോട് മാത്രം വറ്റിയില്ല. ഷേർഖാനും അവന്റെ മന്ത്രി ചാൾസും അതേ തോടിൽ നിന്നും വെള്ളം കുടിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷേർഖാന്റെ മന്ത്രി ചാൾസിന് തലയിൽ ഒരു ബുദ്ധി ഉദിച്ചത്. അവൻ ഷേർഖാനെ നോക്കി പറഞ്ഞു, മഹാരാജൻ, കാട്ടിലെ എല്ലാ നദികളും വറ്റിപ്പോയിരിക്കുന്നു. ഈ നദിയെങ്കിലും സംരക്ഷിക്കണം. നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, ഈ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം ഈ നദിയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ ഈ നദിയിലെ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും. നീ എൻ്റെ മന്ത്രിയും വളരെ നല്ല കൂട്ടുകാരനുമാണ്. അതുകൊണ്ടാണ് നിനക്ക് എൻ്റെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ. ഇത്രയും പറഞ്ഞ് ഷേർഖാൻ അവന്റെ മന്ത്രി ചാൾസിന്റെ കൂടെ സ്വന്തം ഗുഹയിലോട്ട് വന്നു. എന്നിട്ട് കാട്ടിൽ മുഴുവൻ പാട്ടാക്കി, കാട്ടിലെ ഒരു മൃഗവും ഇനി ആ തോടിൽ പോയി വെള്ളം കുടിക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും മൃഗത്തിനെ ആ തോടിൽ പോയി വെള്ളം കുടിക്കുന്നത് കണ്ടാൽ അതേ സമയം തന്നെ അതിനെ കൊന്നുകളയും. ഷേർഖാന്റെ ഈ നിയമം കാരണം കാട്ടിലെ മൃഗങ്ങളെല്ലാം ആകെ പെട്ടുപോയി. ആർക്കും അത്ര ധൈര്യമുണ്ടായിരുന്നില്ല ഈ തീരുമാനത്തിന് എതിരായി ഒന്ന് പോവാൻ. കാരണം ഷേർഖാന്റെയും ചാൾസിന്റെ ബന്ധം അത്രയും ദൃഢമായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കാട്ടിലെ മൃഗങ്ങൾ ദാഹം കാരണം കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒരു സ്ഥലത്ത് കൂടി. ആനമുത്തശ്ശൻ എല്ലാ മൃഗങ്ങളെക്കാളും മൂത്തതായിരുന്നു. എല്ലാ മൃഗങ്ങളെ അദ്ദേഹം നോക്കി പറഞ്ഞു, നമ്മൾ ഇനി ഈ കാട്ടിൽ തന്നെ ഇങ്ങനെ തുടരുകയാണെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമ്മളിൽ ഓരോരുത്തരായി ഇവിടെ മരിച്ചു വീഴുന്നതാണ്. മിങ്കു കുരങ്ങൻ ബുദ്ധിയുടെ കാര്യത്തിൽ എപ്പോഴും ആനമുത്തശ്ശൻ കഴിഞ്ഞ അവൻ തന്നെയായിരുന്നു. ആനമുത്തശ്ശനെ നോക്കി പറഞ്ഞു, നമ്മൾ ഇനിയിപ്പോൾ എന്നാ ചെയ്യും ഹാത്തി ദാദാ? അവര് പറയുന്നതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനുള്ള പരിഹാരം നമ്മൾ ഈ കാട് വിട്ട് മറ്റൊരു കാട്ടിലേക്ക് പോകുക എന്നതാണ്. ഞാൻ അടുത്തുള്ള കാട്ടിലൊക്കെ പോയിട്ടുള്ളതാ. അവിടുത്തെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. അവിടെയും ഷേർഖാനെ പോലെയുള്ള രാജാക്കന്മാരാ ഉള്ളേ. മിങ്കു കുരങ്ങൻ പറഞ്ഞത് കേട്ട് ആനമുത്തശ്ശൻ വിഷമിച്ച് ഇരുന്നു പോയി. അവിടെ ഇരുന്ന എല്ലാ മൃഗങ്ങളും നിരാശയോടെ തിരിച്ചവരവരുടെ വീട്ടിൽ പോയി. കുറച്ചുനാൾ അങ്ങനെ പോയി. അതേ കാട്ടിൽ ഹാരിയും എഡ്വേർഡ് എന്ന് പറയുന്ന സഹോദര മാനുകൾ ജീവിച്ചിരുന്നു. ഹാരി മാൻ എഡ്വേർഡ് മാനിനേക്കാളും വയസ്സിന് മൂത്തതായിരുന്നു. ഒരു ദിവസത്തെ കാര്യമാണ്. ഹാരി മാൻ നല്ല ഉറക്കത്തിലായിരുന്നു. എഡ്വേർഡ് മാനാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യാണ്ടായി. അവശനായിട്ടവൻ എന്തൊക്കെയോ പറഞ്ഞു. ഈ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം വിഡ്ഢികളാ. എൻ്റെ സഹോദരൻ്റെ അവസ്ഥ മോശമാണ്. ഞാനും വെള്ളം കുടിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് മരിച്ചു പോകും. ഇനി ഒരു പോംവഴിയേ ഉള്ളൂ, വെള്ളം കുടിച്ചിട്ട് മരിക്കാം. ഇത്രയും പറഞ്ഞ് അവനവന്റെ ജീവന് വില കൊടുക്കാതെ തന്നെ നേരെ ആ കാട്ടിലെ തോടിന്റെ അവിടെ എത്തി. ആ തോടിലെ വെള്ളം കുടിക്കാൻ തുടങ്ങി. എഡ്വേർഡ് തോടിലെ വെള്ളം കുടിക്കുകയായിരുന്നു. അപ്പോഴേക്കും നല്ല നിറമുള്ള മിന്നിത്തിളങ്ങുന്ന ഒരു മീൻ എഡ്വേർഡിനോട് പറഞ്ഞു, നീ തോടിലെ വെള്ളം കുടിക്കാൻ പാടില്ല. നീ നിന്റെ രാജാവിന്റെ നിർദ്ദേശം കേട്ടില്ലായിരുന്നോ? ആ, ഞാൻ കേട്ടതാ. ഞാൻ ഇനി വെള്ളം കുടിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മരിച്ചു പോകും. എഡ്വേർഡ് മാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും അവന്റെ ചെവിയിൽ ആരുടെയോ ഗർജിക്കുന്ന ശബ്ദം കേട്ടു. അവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കിയപ്പോ
അവിടെ ഷേർഖാന്റെ മന്ത്രിയായ ചാൾസ് ചീറ്റ അവനെ ദേഷ്യത്തോടെ നോക്കുന്നു. എഡ്വേർഡ് പേടിച്ച് വിറച്ച് ചാൾസ് ചീറ്റയുടെ അടുത്ത് നോക്കി പറഞ്ഞു, എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു, എന്നോട് ക്ഷമിക്കൂ. നിനക്കെന്താടാ ഇത്രയ്ക്ക് ധൈര്യമോ? നീ ഇവിടുത്തെ രാജാവിനെ ധിക്കരിക്കാറായോ? നിന്റെ മരണം ഉറപ്പായി. ഇത്രയും പറഞ്ഞ് ചാൾസ് ചീറ്റ എഡ്വേർഡ് മാനെ ക്രൂരതയോടെ കൊന്നുകളഞ്ഞു. ഈ ഒരു സങ്കടകരമായ ദൃശ്യം തോടിലെ ആ മീൻ കരഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നു. വിധിയാൽ ഒരു മരത്തിന്റെ മുകളിൽ നിന്നും മിങ്കു കുരങ്ങൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. അവൻ ഓടി നേരെ ഹാരി മാന്റെ അടുത്തോട്ട് എത്തി. അവൻ നടന്നതെല്ലാം ഹാരിയോട് പറഞ്ഞു. സ്വന്തം സഹോദരന്റെ മരണവാർത്ത കേട്ട് ഹാരി ഓടി അവിടെ ചെന്നു. ചാൾസ് ചീറ്റ അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. സ്വന്തം സഹോദരനെ തറയെ കിടന്ന് ചോരയിൽ കിടക്കുന്ന കണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലായിരുന്നു അനുജ, പക്ഷെ നീ എൻ്റെ വാക്ക് കേട്ടില്ല. നീ എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ ഇതിന് ഉറപ്പായും അവരോട് പകരം ചോദിക്കും. ആ സിംഹ രാജാവിനെയും അയാളുടെ മന്ത്രിയായ ചാൾസിനെയും ഞാൻ വെറുതെ വിടില്ല. പക്ഷെ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർ നിന്നേക്കാൾ ശക്തരല്ലേ? മിങ്കു ഇത്ര പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്ക് തോടിൽ നിന്നും നല്ല മിന്നിത്തിളങ്ങുന്ന കിരണങ്ങൾ വന്നു. കണ്ടുകണ്ടിരിക്കവേ അവര് രണ്ടുപേരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ട മീൻ ഒരു സുന്ദരിയായ മാലാഖയായി മാറി. ആരാ നിങ്ങൾ? ജലവിദ്യ മാലാഖയാണ്. വർഷങ്ങളായി ഞാൻ ഈ തോടിന്റെ അകത്ത് മീനായി ജീവിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ അവകാശമില്ല. പക്ഷെ ഈ മാനിന്റെ കണ്ണുനീർ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. മാലാഖ പറഞ്ഞത് കേട്ട് ഹാരി മാൻ വിഷമത്തോടെ പറഞ്ഞു, അങ്ങയുടെ ശക്തി കൊണ്ട് എന്റെ സഹോദരനെ ജീവിപ്പിക്കാമോ? ഇല്ല ഹാരി, ജീവനും മൃത്യുവും ഒക്കെ ദൈവത്തിന്റെ കൈകളിലാണ്. എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. അങ്ങ് ഷേർഖാനും മന്ത്രിക്ക് നല്ല അടി കൊടുക്കണം. അതിലും വലിയ സഹായം ഞങ്ങൾക്ക് എന്താ വേണ്ടത്? ഇല്ല, അവർ സ്വയമേ തമ്മി തല്ലി ചാവും. ഇത്രയും പറഞ്ഞ് മാലാഖയുടെ കയ്യിലിരുന്ന മാന്ത്രിക വടി മിങ്കു കുരങ്ങന്റെ ഹാരി മാനിന്റെ മുമ്പിലേക്ക് നീട്ടി. ആ മാന്ത്രിക വടിയിൽ നിന്നും മിന്നിത്തിളങ്ങുന്ന കിരണങ്ങൾ വന്ന് അവർ രണ്ടുപേരുടെ മുഖത്തേക്ക് വീണു. കുറച്ചേരം കഴിഞ്ഞ് ആ കിരണങ്ങൾ വരുന്നത് നിന്നു. മിങ്കു കുരങ്ങ, നീ ഷേർഖാന്റെ അടുത്തോട്ട് പോകൂ. എന്നിട്ട് പറ, ചാൾസ് ചീറ്റ നിന്നെ കൊന്ന് കാട്ടിലെ രാജാവാകാൻ നോക്കുകയാണ്. ഹാരി മാനെ, നീ ആ ചാൾസ് ചീറ്റയുടെ അടുത്തോട്ട് പോ. എന്നിട്ട് പറ, അവനാണ് ഈ കാട്ടിലെ രാജാവ്. പക്ഷെ അവര് ഞങ്ങളെ വിശ്വസിക്കുവോ? ഞാൻ നിങ്ങളുടെ ശരീരത്തേക്ക് ജാലവിദ്യ ശക്തികൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും അവർക്ക് സത്യമാണെന്ന് തോന്നും. ഈ ജാലവിദ്യയുടെ ശക്തി ഇത്തിരി നേരത്തേക്ക് കാണൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ കാര്യം ചെയ്യണം. ഹാരി മാനും മിങ്കു കുരങ്ങനും ഓടിത്തന്നെ ചാൾസ് ചീറ്റയും ഷേർഖാനിന്റെ അടുത്ത് പോയി രണ്ടുപേർക്കും എതിരായ കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ വായിൽ നിന്നും വന്ന ഓരോ വാക്കുകളും ചാൾസ് ചീറ്റയ്ക്കും ഷേർഖാനും സത്യമാണെന്ന് തോന്നി. ദേഷ്യത്തോടെ തന്നെ രണ്ടുപേരും നേരിട്ടു. നിന്നെ ഞാൻ ഇവിടുത്തെ മന്ത്രിയായിട്ട് നിയമിച്ചു. പക്ഷെ നീയാകട്ടെ എന്നെ കൊന്നിട്ട് ഇവിടുത്തെ രാജാവാകാൻ നോക്കുന്നോ? നീ എന്നെ ഇവിടുത്തെ മന്ത്രിയാക്കിയ കാര്യമൊന്നും എന്നോട് പറയണ്ട. ഞാൻ മിടുക്കനായിട്ടുള്ളൊരു പുലിയാ. നിന്നെക്കാട്ടിലും നന്നായിട്ട് ഇവിടെ ഭരിക്കാൻ എനിക്ക് പറ്റും. എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ. നമ്മൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ആരാണോ ജയിക്കുന്നത് അവർ തന്നെ ഈ കാട് ഭരിക്കട്ടെ. ഇത്രയും പറഞ്ഞ ഷേർഖാൻ ചാൾസ് ചീറ്റയെ ആക്രമിക്കാൻ തുടങ്ങി. ചാൾസ് ചീറ്റ ഷേർഖാൻ അങ്ങോട്ടിങ്ങോട്ടും തല്ലുണ്ടാക്കി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് തറയിലോട്ട് വീണ് പെടഞ്ഞു മരിച്ചു. അവര് മരിച്ചതോടെ കാട്ടിൽ സന്തോഷം പരന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒരുപാട് സന്തോഷിച്ചു. കാരണം ഹൃദയമില്ലാത്ത ദുഷ്ടന്മാരാണ് മരിച്ചതവിടെ. മിങ്കു കുരങ്ങനും ഹാരി മാനും എല്ലാ മൃഗങ്ങളോടും കാര്യങ്ങൾ പറഞ്ഞു. അവരെ സഹായിച്ചത് തോടിലെ ജീവിക്കുന്ന മാലാഖയാണ്. എല്ലാവരും സന്തോഷത്തോടെ തന്നെ ആ തോടിലേക്ക് വന്നു. അവിടെ മാലാഖ അവരെ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. ആ മാലാഖ മൃഗങ്ങളെ നോക്കി പറഞ്ഞു, ഞാൻ ചെയ്യേണ്ട ജോലി തീർന്നു.
ഇനി ഞാൻ ഇവിടുന്ന് പോകേണ്ട സമയമായി. അങ്ങ് ഞങ്ങളെ വിട്ടുപോകരുത്. അങ്ങാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഇല്ല, എനിക്കിവിടെ ആഗ്രഹിച്ചാൽ പോലും നിൽക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും ഒരു കാര്യം എപ്പോഴും ഓർക്കണം. ഒരു പ്രശ്നം വരുമ്പോ പേടിച്ചു നിൽക്കരുത്. എല്ലാവരും ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ ബുദ്ധി ഉപയോഗിച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും. ഇത്രയും പറഞ്ഞ് മാലാക അപ്രത്യക്ഷമായി. കാട്ടിലെ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ തന്നെ കാട്ടിൽ ജീവിക്കാൻ തുടങ്ങി.